ഇബ്രാഹിമിനെ അദ്ദേഹത്തിന്റെ അടുക്കൽ രാജാവ് വിളിച്ചു. ആ ബഹളം ഉണ്ടാക്കി അളങ്ങുവാ, എന്താ പ്രശ്നം? അയാൾ പറഞ്ഞു, ഈ വടിയമ്പലത്തിൽ എനിക്കൊന്ന് രാത്രി കടക്കാൻ പറ്റുമോ? ഈ കൊട്ടാരത്തിൽ, ഈ വടിയമ്പലത്തിൽ. ഇബ്രാഹിം അദ്ദേഹം എന്ന രാജാവാണ്, സൂഫിയായിട്ടില്ല, വലിയായിട്ടില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ മാറ്റമുണ്ടായത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ മാറ്റമുണ്ടായത് ഇങ്ങനെയാണ്. അദ്ദേഹം ചോദിച്ചു, വടിയമ്പലമോ? അദ്ദേഹം പറഞ്ഞു, വന്ന വടിയാത്രക്കാരൻ പറഞ്ഞു, അതെ, ഇത് വടിയമ്പലമാണ്. എങ്ങനെ എന്റെ കൊട്ടാരം അങ്ങനെ വടിയമ്പലമാകും? ആ യാത്രക്കാരൻ ചോദിച്ചു ഒരു മറുപടി ചോദ്യമുണ്ട്, രാജാവേ, നിങ്ങൾക്ക് മുമ്പ് രാജ്യം ഭരിച്ചതാണ് എന്റെ വാപ്പ. അദ്ദേഹം എവിടെ? അദ്ദേഹം മരിച്ചുപോയി. ആ മരിച്ച വാപ്പാടെ മുമ്പ് ഈ രാജ്യം ഭരിച്ചതാണ് എന്റെ വാപ്പാടെ വാപ്പ. അദ്ദേഹം എവിടെ? അദ്ദേഹം മരിച്ചുപോയി. അതിനു മുമ്പ് ഈ സിംഹാസനത്തിലിരുന്നാരാണ് എന്റെ ഉപ്പാന്റെ ഉപ്പാന്റെ ഉപ്പ. അദ്ദേഹം എവിടെ? മരിച്ചുപോയി. അപ്പൊ നിങ്ങളുടെ ഉപ്പാന്റെ ഉപ്പാന്റെ ഉപ്പയിൽ നിന്നിരുന്നു, അദ്ദേഹം പോയി. അടുത്ത് നിങ്ങളുടെ ഉപ്പാടെ ഉപ്പ വന്നു, അദ്ദേഹവും പോയി. നിങ്ങളുടെ പിന്നീട് നിന്റെ ഉപ്പ വന്നു, അദ്ദേഹവും പോയി. ഇപ്പൊ ഇതാ നിങ്ങൾ ഈ സിംഹാസനത്തിലിരിക്കുന്നു. നാളെ നിങ്ങളും പോവും, അടുത്തയാൾ വരും. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു കൊട്ടാരമല്ല, ഇതൊരു വടിയമ്പലമാണ്. അവിടെ ഓരോരുത്തർ വരും, അവരവരുടെ ആവശ്യങ്ങൾ തിരിച്ചു പോകും. അതാണ് സത്രത്തിന്റെ, വടിയമ്പലത്തിന്റെ പ്രത്യേകത. എന്നാ ആള് വന്ന് പറഞ്ഞപ്പോ അതേവരെ സുഖലോലുപതയിൽ ജീവിച്ചിരുന്ന ഇബ്രാഹിമിന് അദ്ദേഹം എന്ന ബൽക്ക എന്ന രാജ്യത്തിന്റെ അധിപതിയുടെ മനസ്സിൽ ഒരു കൊള്ളിയാൻ മിന്നി. ഈ മനുഷ്യൻ പറയുന്നത് സത്യമാണല്ലോ. അദ്ദേഹം അത്ഭുതത്തോടെ കണ്ണു തുറന്നു നോക്കിയപ്പോ വടിയാത്രക്കാരൻ അപ്രത്യക്ഷമായത്രേ. രാജകിങ്കരന്മാരോട് പറഞ്ഞു, അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ നോക്കിയിട്ട് രാജകിങ്കരന്മാര് നോക്കിയിട്ട് അദ്ദേഹത്തെ കണ്ടില്ല. അള്ളാഹു പറഞ്ഞു വിട്ട ഒരു മലക്കിനെ പോലെ ആ മനുഷ്യൻ അവിടെ നിന്ന് തിരിഞ്ഞുപോയി അത്രേ. ഈ ഒരു സംഭവമാണ് മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം എന്ന് പറയുന്ന ലോകമറിയപ്പെട്ട ബൽക്ക എന്ന രാജ്യത്തിന്റെ ചെങ്കോലും കിരീടവും വെച്ചെറിഞ്ഞ മഹാരാജാവിനെ ലോകമറിയപ്പെട്ട വലിയാക്കി മാറ്റിയത് ഈ വടിയമ്പലമാണല്ലോ. ഇത് ശരിയാണല്ലോ. എന്റെ ഉപ്പ പോയ സ്ഥാനത്ത് ഞാനിരുന്നല്ലോ, ഇനി ഞാനിരിക്കുന്ന സ്ഥാനത്ത് എന്റെ മക്കളിരിക്കുമല്ലോ. സഹോദരാ, നിന്റെ വീട്ടിലെ ഉമ്മറപ്പടിയുടെ ചാരുകസേരയിൽ ഉപ്പയാണ് കിടന്നത്. ഇനി കുറെ കഴിയുമ്പോ ചാരുകസേര ഒറ്റക്കാവും. നമ്മുടെ ചാരുകസേരയിലും മക്കൾ സ്ഥാനം പിടിക്കുമല്ലോ. ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു ഈ ഒരൊറ്റ സംഭവത്തോടെ അദ്ദേഹം കൊട്ടാരത്തോട് പിന്നെ കുറെ സംഭവങ്ങൾ ഉണ്ടായി തുടരെ. അത് പറയാനുള്ള വേദിയല്ല, ചരിത്രം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല, കണ്ടന്റുകൾ മാത്രം പറയുകയാണ്. ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു തആല കൊട്ടാരം വിട്ടിറങ്ങി കൊടുങ്കാട്ടിലേക്ക് ഇറങ്ങുകയാണ്. ഭാര്യയും മക്കളും വന്നിട്ട് പറഞ്ഞു, പോവരുത്, ഇല്ല ഇല്ല, എനിക്കെന്റെ റബ്ബിനെ കാണണം, ഇലാഹി 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിമിന് അദ്ദേഹം കാട്ടിലേക്ക് ഇറങ്ങി. പിന്നെ ഇബ്രാഹിമിന് അദ്ദേഹം ആരായെന്നറിയോ? സിംഹാസനത്തിന്റെ മുകളിലൂടെ ജീവിച്ചു പോയി മനുഷ്യൻ പിന്നെ ആരെന്നറിയോ? ലോകമറിയപ്പെട്ട വലിയായി. അദ്ദേഹത്തിന് പിന്നെ കിടക്കാൻ, തലചായ്ക്കാൻ ഒരടി മണ്ണ് പോലുമില്ലാതെ മഴ തിമിർത്ത് പെയ്യുന്ന രാത്രിയിൽ പള്ളിയുടെ മുമ്പിലൂടെ നടന്നുപോയി. തിമിർത്ത് പെയ്യുന്ന മഴയിൽ കിടക്കാൻ സ്ഥലമില്ലാതെ പള്ളിയുടെ മുറ്റത്ത് പോയി കിടന്നു. പള്ളിയുടെ വരാന്തയിൽ കിടന്നപ്പോ മുക്രി വന്നിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് പോ, ഇവിടെ യാത്രക്കാർക്ക് കിടക്കാൻ പറ്റില്ല. വല്ലാതെ ചോരി കൊരിയുന്ന മഴയത്ത് കയ്യിൽ പിടിച്ചിറക്കി വിട്ടു ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്. ബൽക്കായുടെ ഒരു കാലത്തെ രാജാവായിരുന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹമിന് അവസാനം പിന്നെ മഹാനവറുകളെന്ന് കിടന്നത് എവിടെയെന്നറിയോ? ഇതേപോലെ നിങ്ങൾ ഈ കാണുന്ന മീസാൻ കല്ലുകളില്ലേ, എത്ര ആളുകളുടെ ശരീരത്തെ പുഴുക്കൾക്ക് തിന്നാൻ കൊടുത്ത മീസാൻ കല്ല്, ആ പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് പോയി മീസാൻ കല്ലെടുത്ത് തന്റെ തലയുടെ താഴ്ഭാഗത്ത് വെച്ച് മീസാൻ കല്ലിനെ തലയണയാക്കി ഖബർസ്ഥാനിൽ കോരിച്ചൊരിയുന്ന മടയത്ത് കിടന്നു മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ബൽക്കായിലെ രാജാവാണ്, സിംഹാസനത്തിന്റെ ഉടമസ്ഥനാണ്, തോഴിമാരുടെ താരാട്ട് കേട്ട മനുഷ്യനാണ്. പക്ഷെ ഹൃദയത്തിലേക്കൊരു ചിന്ത വന്നപ്പോ, ഈ ജീവിതം ഒരു ജീവിതമല്ല, വടിയമ്പലത്തിന്റെ അടിമയാണ് ഞാനെന്നറിഞ്ഞപ്പോ ഖബർസ്ഥാനിലെ ഖബറുകളിൽ മീസാൻ
സുലൈമാൻ കല്ല് തലയണയാക്കി വെച്ച് കിടന്നുറങ്ങി. ബൽകായിലെ സുൽത്താൻ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്കം റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഞാൻ പറയുന്നു, ഈ ദുനിയാവ് വലുതല്ല. അതുകൊണ്ടാണല്ലോ ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ, ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ, ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല പറയുന്ന ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം നിങ്ങളോടൊരു ചെറുവഴികളിൽ പറഞ്ഞു തരാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ പറ. ഞാൻ ഒരു നാട്ടുവർത്താനം പറഞ്ഞ സമയം കളയാത്തത് ഒരാളുടെ കൽബിലോട്ട് ഇതങ്ങ് കയറണം. ആകെ 2 മണിക്കൂർ പ്രസംഗിച്ച നാട്ടുവർത്താനം വന്നിട്ട് കാര്യമില്ല. ഇനിയും ഒരാളുടെ ഹൃദയത്തിലെങ്കിലും, ഏതായാലും നിങ്ങൾ നന്നായിട്ട് കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്, ഹൃദയത്തിലോട്ട് ഇറങ്ങുകൂടി ചെയ്യണം. ചെയ്യൂലേ? ഈ വാളിന്റെ സദസ്സുകൾ ഒത്തിരി മാറ്റമുള്ള വ്യക്തികളെ നൽകിയിട്ടുണ്ട്. അതാണ് പലപ്പോഴും വീണ്ടും വീണ്ടും വാള് പറയാൻ പ്രേരിപ്പിക്കും. ഞാൻ കുറെയൊക്കെ നിർത്തിയ ആളാ. വീണ്ടും വീണ്ടും എന്നെ വലിച്ചോണ്ട് വരുന്നത് ചില ആളുകൾ, ചെറുപ്പക്കാര് കാണുമ്പോ ഒക്കെ പറയുന്ന ഒരു വാക്യുണ്ട്. കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് ഹോട്ടലിൽ താമസിച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. കരുവീട്ടി പോലെ ഇരിക്കുകയാണ്. ഞാൻ അവനെ കണ്ടിട്ട് തന്നെ ഇപ്പം മാറിയാണിത്. കുറെ കഴിയുമ്പോൾ എൻ്റെ അടുക്കൽ ചോദിച്ചു, വാക്കവി ഉസ്താദല്ലേ? ഞാൻ പറഞ്ഞാൽ അത് ആ സമയത്ത് എൻ്റെ വേഷം കണ്ട എന്നെ മനസ്സിലാവൂല. ഓരോ സമയത്ത് ഓരോ വേഷം ഉണ്ടാവും. അപ്പൊ രാവിലത്തെ ആ ഒരു വേഷം ഞാൻ രാവിലെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയമാണ്. ഇപ്പൊ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ എന്നെ കുറിച്ച് പ്രചരിപ്പിക്കുന്നുണ്ട്. അതിലെ ട്രാക്ക് ഷൂട്ടൊക്കെ ഇട്ട്, ടീഷർട്ടൊക്കെ ഇട്ട്, ഒരു കോട്ടൊക്കെ ഇട്ട് കിടക്കണം. എൻ്റെ ഫോട്ടോ തന്നെയാണ് അത്. രാവിലെ സുബഹി നിസ്കാരവും കഴിഞ്ഞിട്ട് ഞാൻ നടക്കാൻ പോകും. ഒരു 4-5 കിലോമീറ്റർ നടക്കും. നടന്നിട്ട് തിരിച്ചു വന്ന് ഇശ്റാഖ് നിസ്കരിച്ച് വീട്ടിലോട്ട് കയറി പോകും. ഇപ്പൊ ആ സമയത്ത് കന്തൂരം തൊപ്പി ഇട്ടിട്ട് നടക്കാൻ പറ്റും. എനിക്ക് എൻ്റെതായ ചില സ്വാതന്ത്ര്യമുണ്ട്, എൻ്റെതായ ചില അവകാശങ്ങളുണ്ട്. ആ സ്വകാര്യത ഞാൻ ആർക്കും വകവെച്ചു കൊടുക്കും. ആര് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. ഇപ്പൊ വകല് പറയണ ഒരാളെന്നും പറഞ്ഞാൽ ഇനിയിപ്പോ ഞാൻ ഭാര്യയുടെ കൂടെ കിടക്കുമ്പോഴും കന്തൂറൊക്കെ ഇട്ട്, കോബ്രക്കോട്ടൊക്കെ ഇട്ട്, ഒരു സുന്നത്തായ തലപ്പാവും വെച്ച് സുറുമൊക്കെ ഇട്ടിട്ടാ കിടക്കുക. ഓരോ സമയത്ത് ഓരോ മനുഷ്യന് ഓരോ ഡ്രസ് കോഡില്ലേ. ഇപ്പൊ അതിട്ടായിപ്പോ എന്താ ഒഴുകി വീഴുക? ആളുകൾക്ക് ഇപ്പോഴും ഒരു ചെറിയ വൃത്തത്തിന്റെ ഉള്ളിൽ നമ്മൾ ഒതുക്കി എത്തണം. എനിക്ക് എൻ്റെ സ്വകാര്യതകളുണ്ട്. രാവിലെ ഞാൻ ഓടാൻ പോകുമ്പോൾ ട്രാക്ക് ഷൂട്ടൊക്കെ ഇട്ട്, ഷൂ ഒക്കെ ഇട്ട്, ഓവർക്കോട്ടൊക്കെ ഇട്ട്, തണുപ്പാണെങ്കിൽ ഓവർക്കോട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ നടക്കാൻ പോവാ. നടക്കാൻ പോയിട്ട് വന്ന് പിന്നെ കുളിച്ച് നിസ്കരിക്കാൻ പോകുമ്പോൾ ആ വേഷമല്ല അടുത്ത വേഷം. രാത്രിയിൽ കിടക്കുമ്പോൾ വേറെ വേഷമാണ്. ഇനിയിപ്പോ ഇവരെന്റെ കുളിമുറിയിലെ വേഷം കൂടെ നോക്കി എന്തായിരിക്കും അവസ്ഥ? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അപകടമാണ്. എല്ലാവരെയും ഇങ്ങനെ എന്തുകൊണ്ട് മനുഷ്യനാവുന്നു എന്നറിയില്ല. ഓരോരുത്തർക്കും ഓരോ സാഡിസ്റ്റുകളാണ്. അടുത്ത് അയലോക്കം ഇങ്ങനെ നടത്തുന്നവനെടുത്ത് അറിയാതെ ഫോട്ടോ എടുത്തിടുക, അടുത്ത കച്ചവടക്കാരന്റെ ഫോട്ടോ എടുത്തിടുക, അടുത്ത കടയിലെ ഫോട്ടോ എടുത്തിടുക, എന്നിട്ട് ഇടുക, ഇവനെ സൂക്ഷിക്കുക. ഒരാളുടെ അഭിമാനത്തിന് എന്തിനാണ് വില പറയുന്നത്? എടാ, നീ അതിനേക്കാളും വലിയ തെമ്മാടിയല്ലേ? നീ മറ്റൊരാൾ അറിയാത്ത എത്രയോ കുറ്റങ്ങളും കുറവുകളും നിനക്കുണ്ട്. ഇവനെടുത്ത് ഫോട്ടോ ഇടുന്ന കണ്ടാൽ ഇവൻ മലക്കാന്ന് തോന്നിപ്പോകും. എന്തിനാണ് സഹോദരങ്ങളെ അവനവന്റെ ന്യൂനതകൾ? അള്ളാഹുവാണ് ലോകത്തിലെ ഏറ്റവും കരുണയുള്ള ആളാരാ. നമ്മൾ ചെയ്ത ഒരു തെറ്റ് ആദ്യം കണ്ടതാരാ? ആരാ? അള്ളാഹു അല്ലേ? നമ്മൾ ചെയ്ത തെറ്റെല്ലാം ആദ്യം കണ്ടതാരാ? അള്ളാഹു അല്ലേ? എന്നിട്ടും അള്ളാഹു സത്താറാണ്. അള്ളാഹു അതിനെ മറച്ചു വെച്ചു. നമ്മൾ ചെയ്ത ഒരു തെറ്റ് ആദ്യം കണ്ട അള്ളാഹ് ഇവനിത് ചെയ്തിട്ടുണ്ട് പിറ്റേ ദിവസം മുഴുവനും പറഞ്ഞിരുന്നെങ്കിൽ നമ്മളൊക്കെ അഭിമാനത്തോടെ എത്ര പേര് ലോകത്ത് ജീവിക്കും? എടാ, അള്ളാഹുടെ ഒരു സിഫത്ത് ഉണ്ടായിക്കൂടെ? നീ ചെയ്ത തെറ്റ് ആദ്യം കണ്ടത് നിന്റെ അള്ളയാണ്. എന്നിട്ട് അള്ളാഹു ഗഫൂർ മാത്രമല്ല, അള്ളാഹു സത്താറാണ്. അള്ളാഹു അതിനെ മറച്ചു വെച്ചു. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു വാക്കാണ് സത്താർ. അവൻ മറച്ചു വെക്കുന്നവനാണ്. എന്റെ റബ്ബ് മറച്ചു വെച്ചതിനെ ഞാൻ എന്തിനാണ് പരസ്യപ്പെടുത്തുന്നത്? എന്റെ അടുത്തിരിക്കുന്നവൻ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തത് ആദ്യം കണ്ടതാരാ? അള്ളാഹുവാണ്. എന്റെ റബ്ബ് അത് മറച്ചു വെച്ചവനാണ്. പിന്നെ ഞാൻ എന്തിനാ അതിനെ പരസ്യപ്പെടുത്തുക? കേവലം ഒരു ബോധം വേണ്ടേ നമുക്ക്? നമ്മളൊക്കെ വലിയ മുത്തക്കീങ്ങളാണ്, നിസ്കാരമുള്ളവരാണ്. വാട്സപ്പും ഫേസ്ബുക്കും നമ്മുടെ ആഖിറത്തെ നഷ്ടപ്പെടുത്തരുത് എന്ന് ഓരോരുത്തരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാനായിട്ട് പറയല്ല, ഞാൻ ഒരാളെയും വിമർശിക്കാറില്ല. മറ്റൊരാളുടെ കുറ്റം പറയാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുക. ഒരാൾക്കൊരു തെറ്റുണ്ടെങ്കിൽ
ഞാൻ അയാളുടെ നന്മയിലേക്കാണ് നോക്കുക. അയാൾക്ക് വേറെ 99 നന്മയുണ്ടാവും, ഒരു തിന്മയുണ്ടാവും. ആ 99 നന്മയിലേക്ക് നോക്കി ഒരു തിന്മയെ അദ്ദേഹത്തോട് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുകയും ആ മനുഷ്യൻ മാറ്റും, ഉറപ്പാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അങ്ങനെ പറഞ്ഞു കൊടുക്കും. വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്നവരോടും പള്ളിയിലെ ഇമാമിയങ്ങളും പ്രാസംഗികരും പ്രസംഗിക്കണടാ, കള്ളു കുടിച്ചവനെ നീ നരകത്തിലാണടാ, നിന്നെ അള്ള വെറുതെ വിടൂലടാ എന്നല്ല. എടാ പൊന്നു മോനെ, നീ ഇപ്പൊ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ശരി, നീ ഇപ്പൊ തൗബ ചെയ്ത് അള്ളാഹിനോട് പൊറുക്കലിനെ തേടി, എന്നിട്ട് അടുത്ത നിമിഷം നീ മരിച്ചാലും നിനക്ക് സ്വർഗ്ഗം ഉറപ്പാണ് എന്ന് നേരെ തിരിച്ചു പറഞ്ഞു കൊടുക്കും. ആ പറച്ചിൽ പ്രയോജനം ഉണ്ടാകും, അല്ലാത്ത പറച്ചിൽ പ്രയോജനം ഉണ്ടാക്കൂല. ഉറപ്പാണ്. നെഗറ്റീവായി പ്രസംഗം പോലും നടത്തരുത്. ഹബീബ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ഒരു മദ്യപാനിയെ കൊണ്ടുവന്നു, ചാട്ടവാർ വെച്ച് അടിച്ചു. അവൻ പറഞ്ഞു, അള്ളാണ് ഞാൻ ഇനി മദ്യപിക്കൂല അമീറുൽ മുഅ്മിനീൻ. അയാൾ പോയി വീണ്ടും മദ്യപിച്ചു, വീണ്ടും ചാട്ടവാർ വെച്ചടിച്ചു. വല്ലാഹി ഇനി ഞാൻ മദ്യപിക്കൂല അമീറുൽ മുഅ്മിനീൻ. വീണ്ടും പോയി കുടിച്ചു. മൂന്നാമതും വന്ന് അയാളെ ചാട്ടവാറ് കൊണ്ട് അടിച്ചപ്പോ അടുത്തിരുന്നൊരു സഹാബി പറഞ്ഞു, ഉമറേ അവനെ ഇനി അടിക്കണ്ട, അവൻ നന്നാവൂല ഉമറേ. മൂന്നാമത്തെ പ്രാവശ്യമാണ് അവൻ വീണ്ടും കുടിക്കുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. ആ സഹാബിയോട് പറഞ്ഞ, സഹാബി ഇവൻ ഇനി നന്നാവൂല എന്ന് പറഞ്ഞ സമയം കൊണ്ട് അല്ലാഹു ഇനിയെങ്കിലും ഇവനെ നന്നാക്കണേ എന്ന് നീ നിന്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്തിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു സഹാബി എന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. നമ്മുടെ പ്രബോധനം പോസിറ്റീവ് ആവണം. കള്ളു കുടിച്ചവനോട്, ലഹരി ബാധിച്ചവനോട്, പലിശ മേടിച്ചവനോട് പറയേണ്ടത് നീ നരകത്തിലാണടാ, നീ രക്ഷപ്പെടൂലടാ എന്നല്ല. നീ തെറ്റു മനസ്സിലാക്കി തൗബ ചെയ്യ്. ഇപ്പൊ തൗബ ചെയ്താൽ അടുത്ത നിമിഷം നീ മരിച്ചാൽ അള്ളാഹുടെ സ്വർഗ്ഗം നിനക്ക് ഉറപ്പാണ്. ഇപ്പോഴും നിനക്ക് അവസരം നഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അല്ലാഹു അങ്ങനെ ആക്കി തരാം. ആമീൻ പറ. സഹോദരൻ നന്നാവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാര്യമാണ് പറഞ്ഞത്. നന്നാവാൻ വേറെ ഒരു പ്രസംഗവും വേണ്ട. സമയമായോ? ഇല്ലേ? താവണമില്ല. ഇതെന്താണ് അജ്മൽ ഭായി, നിങ്ങളുടെ ഇവിടുത്തെ ക്ലോക്കിന് ഒരു അനക്കമില്ലല്ലോ. ഇതൊരു ജാമിതയായിട്ട് തന്നെ ഇരിക്കുകയാണ്. ജാമിത എന്ന് പറഞ്ഞാൽ ഉറച്ചു പോയത് കട്ടിയായതെന്ന്. അതിന് ജാമിത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജാമിതത്തെന്ന് പറഞ്ഞാൽ ഉറച്ചു പോയത്, കട്ടിയായത്, കല്ല് പോലെ ആയി പോയെന്നാണ്. ഇനി അത് മെഴുകാവാൻ വലിയ പാടാന്ന് അതിന്റെ അർത്ഥം. പേരിലും ചില ഘടകങ്ങളുണ്ട്. ഞാൻ ദറസിൽ വന്ന സമയത്ത് ഒരു കുട്ടിയെ ചെറുക്കാവുന്നു. അപ്പൊ ചോദിച്ചു, എന്താ പേര്? അബുൽ ആസ് എന്ന് പറഞ്ഞാൽ തെറ്റുകളുടെ വാപ്പ. എന്റെ ഉസ്താദ് പറഞ്ഞു, നിന്റെ പേര് മാറ്റിയിട്ട് നീ ഇവിടെ ചേർന്നു. അങ്ങനെ അവന്റെ പേര് മാറ്റി. അവൻ മാറ്റാൻ തയ്യാറായി. മിക്കവാറും അവൻ ഓതിയ കാലം മുതൽ അങ്ങനെയാണ്. പിന്നെ അവൻ ഇടയ്ക്ക് വെച്ച് പോവുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏറെ പ്രസംഗിക്കുന്നതിലല്ല. ഒരാൾക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ അധികം പ്രസംഗമൊന്നും വേണ്ട, ഒരൊറ്റ വാക്ക് മതി. ഒറ്റ വാക്ക്. ഞാനൊരു കഥ പറഞ്ഞുതരാം. കഥയല്ല, കേരളത്തിൽ നടന്നാണ്. നിങ്ങൾ ആരും എന്നോട് പേര് ചോദിക്കാൻ പാടില്ല. രഹസ്യമായിട്ടും ചോദിക്കരുത്, പരസ്യമായിട്ടും ചോദിക്കൂ. രഹസ്യമായിട്ടും ചോദിക്കരുത്. സാധേ ആരോടും പറയണ്ട, എന്നോട് മാത്രം പറയാന്ന് പറഞ്ഞൊന്നും ചോദിക്കാൻ പാടില്ല. ഗൾഫ് രാജ്യത്തെ വിശാലമായ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഇടയിൽ കോടീശ്വരനായ മനുഷ്യൻ, സുന്ദരികളായ പെൺകുട്ടികളെ PA-മാരായി, സ്റ്റെനോഗ്രാഫർമാരായി നിർത്തി അദ്ദേഹം ശീതീകരിച്ച റൂമിൽ തന്റെ കോടികളുടെ ഇടയിൽ വിലസുന്ന കാലം. ഭൗതിക ജീവിതത്തിന്റെ എല്ലാ സുഖലോലുപതയും ജീവിതത്തിലേക്ക് ആവാഹിച്ച ചെറുപ്പക്കാരൻ, കോടിക്കണക്കിന് രൂപ വിദേശത്ത് ബിസിനസ്. അദ്ദേഹത്തെ കാണാൻ കേരളത്തിൽ നിന്നൊരു പ്രബോധകനെത്തി, ഒരു ആലിം. കാണാൻ വേണ്ടി പോയ പലരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് റൂമിൽ ചെന്നു. PA-യോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മുതലാളി ഒന്ന് കാണണം. PA ചോദിച്ചു വന്നിട്ട് പറഞ്ഞു, സമയമില്ല, ബോസ് തിരക്കിലാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു 10 മിനിറ്റ് മതി. PA വീണ്ടും പോയി. സുന്ദരിയായ പെൺകുട്ടി ബോസിനോട് ചോദിച്ചു, ഇല്ല, തീരെ സമയമില്ല സംസാരിക്കാൻ. അദ്ദേഹം പോകാൻ കൂട്ടാക്കിയില്ല. എനിക്ക് അദ്ദേഹത്തോട് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ മതി, 5 മിനിറ്റ് അപ്പോയിന്റ്മെന്റ് തരണം. റിവോൾവിംഗ് ചെയറിൽ ശീതീകരിച്ച റൂമിലെ സുന്ദരി പെൺകുട്ടികളോട് കഥ പറഞ്ഞിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ കൈകൊണ്ടാട്ടിയിട്ട് പറഞ്ഞു, പോവാൻ പറ, എനിക്ക് സംസാരിക്കാൻ സമയമില്ല, 5 മിനിറ്റില്ല, തിരക്കൺ. പല പ്രാവശ്യം ഇദ്ദേഹം പ്രബോധകൻ തിരിച്ചു പോയില്ല. അദ്ദേഹം പ്രബോധനം ചെയ്യാൻ വന്നാണ്, തിരിച്ചു പോവില്ല. പല പ്രാവശ്യം പറഞ്ഞിട്ടും അദ്ദേഹം തിരിച്ചു പോകാൻ തയ്യാറായില്ല. അവസാനം പറഞ്ഞു, എനിക്ക് ഒരൊറ്റ വാക്ക് പറയാൻ ഉള്ള സമയം കിട്ടിയാൽ മതി.
പിയെ വീണ്ടും പോകാൻ പറ്റാതെ അയാളുടെ ശല്യം വർദ്ധിച്ചപ്പോൾ പോയി പറഞ്ഞു. അദ്ദേഹം ഒരൊറ്റ വാക്ക് പറയാനേ ചോദിക്കുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞാൽ ഈ ശല്യം ഒഴിവായി പോകൂലോ, എന്നാ എന്താണ് പറഞ്ഞിട്ട് പോകാൻ പറ. ശാപിച്ചോണ്ട് ഈ ശല്യം ഒഴിവായി പോകട്ടെ, ഒറ്റ വാക്ക് പറഞ്ഞാൽ പറഞ്ഞിട്ട് ഇറങ്ങി പോകാൻ പറ. ആ പണ്ഡിതനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു വാക്ക് പറയാനുള്ള അവസരം അദ്ദേഹം നൽകിയിട്ടുണ്ട്. പ്രബോധകന്റെ മനസ്സെങ്ങനെയാണ്? ആ വൃദ്ധനായ പ്രബോധകനായ പണ്ഡിതനായ മനുഷ്യൻ വാതിൽ തുറന്നു. സ്ഥിരീകരിച്ച റൂമിന്റെ തണുപ്പ് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. റിവോൾവിംഗ് ചെയറിൽ കറങ്ങി കറങ്ങി സുന്ദരികളായ പെൺകുട്ടികളുടെ ഇടയിൽ നിൽക്കുന്ന, തന്റെ പണത്തിന്റെ തിമിർത്തിൽ വിശ്വസിക്കുന്ന ചെറുപ്പക്കാരന്റെ റിവോൾവിംഗ് ചെയറിൽ കറങ്ങിക്കൊണ്ട് ചോദിച്ചു, എന്ത്? റിവോൾവിംഗ് ചെയർ തന്റെ നേരെ അഭിമുഖമായി വന്നപ്പോ ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് തന്റെ ചൂണ്ടുവിരൽ ചുണ്ടിയിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം നീ മരിക്കും. അദ്ദേഹം തിരിച്ചു പറഞ്ഞ വാക്കെന്താ? ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം നീ മരിക്കും. ഇത് പറഞ്ഞ മനുഷ്യൻ തന്റെ സമയം തീർന്നു. അദ്ദേഹം നീ അനുവദിച്ച സമയം കഴിഞ്ഞു, തിരിച്ചറിഞ്ഞു. റിവോൾവിംഗ് ചെയറിന്റെ ചലനം നിലച്ചു. ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു ചാട്ടലി പോലെ ആ ചോദ്യം ആഴ്ന്നിറങ്ങി. ആ മനുഷ്യന്റെ നെറ്റിത്തടത്തിൽ വിയർക്കാൻ തുടങ്ങി. ശീതീകരിച്ച റൂമിലിരുന്നിട്ടും ശരിയല്ലേ, ഒരു ദിവസം ഞാൻ മരിക്കില്ലേ? ഈ ലോകത്ത് നിന്ന് ഞാൻ വിട പറഞ്ഞു പോവുകയില്ലേ? ആ മനുഷ്യന്റെ കാലുകൾ പെരുത്ത് കയറി. തീയോട് പറഞ്ഞു, അദ്ദേഹത്തെ തിരിച്ചു വിളി. അയാൾ പുറകെ ഓടി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തിരിച്ചു വിളിക്കുന്നു. അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നു. ഒരു വാക്ക് പറയാൻ സമയം കൊടുത്ത മനുഷ്യന്റെ കാതുകൾ ആ മനുഷ്യന്റെ ചുണ്ടുകളിലേക്ക് കൂർപ്പിച്ചു വെച്ചു. അദ്ദേഹം ചോദിച്ചു, ചെറുപ്പക്കാരാ, ചോദിച്ചു, നിങ്ങൾ അങ്ങനെ എന്റെ മുഖത്ത് നോക്കി പറയാൻ കാരണം എന്താണ്? അദ്ദേഹം വാചാലമായി ഒരു വാക്ക് പറയാൻ സമയം കൊടുക്കാത്ത മനുഷ്യൻ 1 മണിക്കൂർ കാതോർത്തു നിന്നു. ചെറുപ്പക്കാരാ, ശരിയല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ പോവില്ലേ? നിന്റെ വാപ്പ പോയില്ലേ? നിന്റെ വാപ്പയുടെ വാപ്പ പോയില്ലേ? നിന്റെ കൂട്ടുകാരിൽ എത്ര പേര് ഇന്ന് മണ്ണിന്റെ അടിയിലാണ്? ശരങ്ങൾ കണക്കെ ചോദ്യങ്ങൾ ഹൃദയത്തിലേക്ക് തളച്ചു കയറിയപ്പോ ആ ഒരു മറ്റ വാക്ക് ആ മനുഷ്യന്റെ ഹൃദയത്തെ മാറ്റിമറിച്ചു. പിന്നീട് ആ ചെറുപ്പക്കാരൻ പൂർണ്ണമായി അടിമുടി മാറി. ആ പ്രബോധകന്റെ കയ്യിൽ ഒരു വലിയ മഹാത്മാവ് രൂപാന്തരപ്പെട്ടു. പിന്നീട് ഒരു പുരുഷായുസ് കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയാത്ത സൽക്രമങ്ങൾ, 100 കണക്കിന് പള്ളികൾ, 100 കണക്കിന് യതീംഖാനകൾ, 100 കണക്കിന് മദ്രസകൾ, തന്റെ സമ്പത്ത് മുഴുവനും അതിനുവേണ്ടി ചെലവഴിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ പുഞ്ചിരിയുടെ നിലാവ് പോലെ ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ആ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. തന്റെ 85-ാമത്തെ വയസ്സിൽ. സഹോദരൻ, ഞാൻ പറഞ്ഞത് പേര് ചോദിക്കരുത്, നിങ്ങൾ പറയില്ല ഞാൻ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് 2 മണിക്കൂർ വയത് പറയണ്ട, 2 മണിക്കൂർ നിങ്ങളോട് പ്രസംഗം പറയണ്ട. ഒരു മനുഷ്യന് മാറാൻ ഒരേ ഒരു ചിന്താഗതി മതി. നാളെ ഞാൻ മരിക്കുമെന്നുള്ള ബോധമുണ്ടാവുക. ഒരാൾക്ക് മാറണമെങ്കിൽ 2 മണിക്കൂർ പ്രസംഗിക്കണോ? ഉക്കാല ചന്തയിലൂടെ സ്ഥിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ സുന്ദരികളായ പെണ്ണുങ്ങളുടെ കൈപിടിച്ച് താളനെത്തുന്ന വെട്ടിയ, പലിശയിലൂടെ കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യമുണ്ടാക്കിയ, മക്കയിലെ ഏറ്റവും വലിയ പലിശക്കാരനായിരുന്ന ഖത്താബിന്റെ മകൻ ഉമർ. ആ ഉമറിന് പരിവർത്തനം കൊടുത്തരാരാ? 2 മണിക്കൂർ പ്രസംഗമല്ലല്ലോ. മക്കയിലൂടെ തൊട്ടിലാട്ടുന്ന കുട്ടികളിരുന്ന് ഉറക്കം വരാതെ പൊട്ടിക്കരയുമ്പോ മക്കളുടെ അടുക്കലേക്ക് വന്നിട്ട്, മക്കളെ ദാ ഉമർ വരുന്നു എന്ന് പറയുമ്പോ പേര് കേട്ടാൽ തൊട്ടിലിൽ കിടന്ന കുട്ടികൾ പോലും പേടിച്ചിരണ്ട് അടങ്ങിക്കിടന്ന ആ മക്കയെ മുഴുവനെ കിടുകിടാ വിറപ്പിച്ച വില്ലാളി വീരനെ, വീരനെ വീരനെ വീരശൂര പരാക്രമി ഉമർ ഇബ്നുൽ ഖത്താബ്. കാഞ്ഞങ്ങാട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, കാഞ്ഞങ്ങാടും പരിസരത്തുമൊക്കെ ജീവിക്കുന്ന പത്രവാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന, എന്നാൽ ഈ മാനിക ആവേശം മനസ്സിൽ തുടിച്ചു നിൽക്കുന്ന, മാലിക് ബിൻ ദീനാറിന്റെ കരസ്പർശനമേറ്റ മഹാനായ വലിയുല്ലാഹി ടിപ്പു സുൽത്താൻ, മഹാനവറുകളുടെ കുതിര കുളമ്പടിയുടെ ശബ്ദം കേട്ട് പുളകിതമായ ഹോസ്തുർഗിന്റെ മണ്ണിലൂടെ നടന്നുപോയ കാഞ്ഞങ്ങാട് ചെറുപ്പക്കാരോട്, ഏറ്റവും വലിയ കോടീശ്വരനായി പലിശയിലൂടെ സ്വത്ത് സമ്പാദിച്ച ഉമറിന് മാറ്റം കൊടുത്തരാരാ? നടന്നു പോകുന്ന വഴിയിലാണ് ഫാത്തിമ എന്ന സഹോദരി ഓതുന്നത്. ഖുർആനിലെ 2 ആയത്തുകൾ തന്റെ സഹോദരിയുടെ നാവിൽ നിന്ന് 2 അക്ഷരം വരികയാണ്.
ഉമർ എന്ന കാട്ടാളന്റെ ഹൃദയം പിടഞ്ഞു. എന്താണിത്? ത്വാഹ. താനെപ്പോഴും പറയുന്ന അറബി ഭാഷയിലെ രണ്ടക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് ഈണത്തിൽ ഫാത്തിമ പറയുന്നതെന്താണ്? ത്വാഹ ത്വാഹ ത്വാഹ. പരിചിതമായ തന്റെ സംസാര ഭാഷയുടെ അറബി ഭാഷയിലെ രണ്ടക്ഷരങ്ങൾ അത് കൂട്ടിച്ചേർത്തൊരു വേദമിറങ്ങിയോ, അത് കൂട്ടിച്ചേർത്തിട്ടൊരു അത്ഭുതമിറങ്ങിയോ? ഉമർ ചെവി കൂർപ്പിച്ചു. അടുത്ത ആയത്തിറങ്ങി. ഈ ഖുർആനിനെ ഞാൻ അവതരിപ്പിച്ചത് നിങ്ങൾ പരാജയപ്പെടാതിരിക്കുവാൻ വേണ്ടിയാണ്. അല്ലാ തഷ്കാ, നിങ്ങൾ പരാജയപ്പെടാതിരിക്കാൻ. ഉമറിന്റെ ഹൃദയത്തിലേക്ക് കൂരമ്പ് തുളച്ചു കയറി. അല്ലാഹുവേ, ഞാൻ പരാജയത്തിലാണല്ലോ, ഞാൻ പലിശയിലാണല്ലോ, ഞാൻ മദ്യത്തിലാണല്ലോ, ഞാൻ പെണ്ണിനാണല്ലോ, ഞാൻ ആഭാസത്തിലാണല്ലോ, ഞാൻ അശ്ലീലത്തിലാണല്ലോ, ഞാൻ അരുതായ്മയിലാണല്ലോ. അല്ലാഹുവേ, എനിക്ക് മാറണം. ഈ ഒരൊറ്റ ചാട്ടുളിയാണ് ഉമറിന്റെ ലോക ചരിത്രത്തിന്റെ വ്യക്തിത്വത്തിന്റെ ധവള പ്രകാശം കൊണ്ട് ലോക ചരിത്രത്തെ വിസ്മയിപ്പിച്ച മഹാനായി മാറ്റിയെടുങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് മാറ്റമുണ്ടാകണം സഹോദരങ്ങളെ, മാറ്റമുണ്ടാകണം സഹോദരങ്ങളെ. ആ മാറ്റത്തിന്റെ യഥാർത്ഥ അടിസ്ഥാനം വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ജീവിതം ചതിക്കുന്ന ജീവിതമാണ്. അതുകൊണ്ട് ഈ ജീവിതത്തെ കൊതിക്കരുത്, ഈ ആഡംബരത്തെ കൊതിക്കരുത്, ഈ ആവേശത്തെ കൊതിക്കരുത്. മഹാനായ ബഹുമാനപ്പെട്ട ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല പറയുന്ന ഒരു ചരിത്രമുണ്ട്. ഞാനും എന്റെ ഹബീബായ നബി തങ്ങളെ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ ഹബീബായ നബി തങ്ങൾ എന്നെ അടുക്കൽ കിടന്നുറങ്ങുകയാണ്. പാതിരാത്രിയിൽ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ എന്റെ ഹബീബായ നബി തങ്ങളെ കാണാനില്ല. പരിഭ്രാന്തിയായി എനിക്ക്, വിഹ്വലതയായി എനിക്ക്. അല്ലാഹുവിന്റെ റസൂൽ എവിടെ പോയി? അല്ലാഹുവിന്റെ റസൂൽ എവിടെ പോയി? അറിയാൻ ഞാൻ മദീനയുടെ വെളിയിലോട്ട് ഇറങ്ങി. ഹബീബായ നബി തങ്ങളെ കാണുന്നില്ല. മദീനയുടെ നാലുപാടും ഞാൻ വേവലാതിയോടെ ഓടി നടന്നു. രാത്രിയിൽ എന്റെ കൂടെ കിടന്ന ഭർത്താവ് ഇവിടെ പോയി. അവസാനം എന്റെ മനസ്സിനൊരു സംശയമായി. എന്നെ ഉറക്കി കിടത്തിയിട്ട് മറ്റുള്ള ഭാര്യമാരുടെ വീട്ടിൽ പോയിട്ടുണ്ടാകുമോ? പെണ്ണല്ലേ, പെണ്ണിന്റെ സ്വതസിദ്ധമായ ചിന്ത വന്നു, പെണ്ണിന്റെ സ്വതസിദ്ധമായ സ്വഭാവം വന്നു. മറ്റു ഭാര്യമാരുടെ വീട്ടിൽ പോയിട്ടുണ്ടാകുമോ? ഞാൻ പൂച്ചയെ പോലെ അനങ്ങാട് ഓരോ ഭാര്യമാരുടെയും വീടിന്റെ മുമ്പിൽ പോയി നോക്കി. ഹബീബായ നബി തങ്ങൾ അവിടെ വന്നതിന്റെ അടയാളമില്ല. എത്ര മനോഹരമാണ് ആയിഷ ബീവിയുടെ ഈ വിവരണം. ഭർത്താവിനെ കാണാതെ മറ്റു ഭാര്യമാരുടെ വീട്ടുപടിക്കൽ അന്വേഷിക്കുന്ന ഭാര്യ അവിടെയും കാണാതെ. പിന്നെ എനിക്ക് പേടിയായി. ഹബീബായ നബി തങ്ങൾ എവിടെ പോയി? എന്റെ ഹൃദയത്തിന് പേടി ഇങ്ങനെ വലിച്ചു കൂട്ടുമ്പോ പെട്ടെന്നതാ എവിടെ നിന്നോ കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ, പിഞ്ചു കുഞ്ഞുങ്ങൾ വാവിട്ട് നിലവിളിക്കുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു. ഞാനതറിയാൻ ഓടിച്ചെന്ന് നോക്കുമ്പോ ആ ശബ്ദം വരുന്നത് മസ്ജിദ് നബവിയുടെ ഉള്ളിൽ നിന്നാണ്. അവിടേക്ക് പോയപ്പോ ഞാൻ കണ്ട കാഴ്ച ഏതെന്നറിയോ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കടന്ന് പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ റുകൂയിൽ കരയുന്നു, സുജൂദിൽ പൊട്ടിക്കരയുന്നു. പ്രവാചകന്റെ ശബ്ദം